എന്താ പറ്റി? ഈ പിള്ളേര് ചെയ്യുന്ന ഓരോ തോന്നിവാസങ്ങളെ. ഒരു വെട്ടിയെത്തി കിട്ടോ? വെട്ടിയെത്തി ഒന്നും കാണുന്നില്ലല്ലേ? ഡോക്ടറെ വല്ലതും കിട്ടിയാ? എന്താ കാര്യം? ഒരു കട്ടിംഗ് പ്ലെയർ കിട്ടോ? കട്ടിംഗ് പ്ലെയറാ? കോടാലി മതിയോ? എന്താ കാര്യം? ആ നാശം പിടിച്ച പിള്ളേര് അയ്യയുടെ തല ഒരു കുടത്തിനകത്ത് ഇടിച്ചു കയറ്റി. ആ മുഴുവൻ കയറി അയാളെ കാണാനേ ഇല്ല. അത് മരിക്കും. അയ്യോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. അതെടുത്ത് ചെവി വയ്യടോ. സോറി. വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്കൊക്കെ? ആ കലാവിന്റെ തലയ്ക്ക് കുടങ്ങാൻ വെട്ടിയിട്ട് എന്താ ഉണ്ടായത്? ഞങ്ങൾ ആ പെണ്ണിന്റെ തലയ്ക്ക് വീഴാൻ വേണ്ടിട്ട് വാതലിന്റെ മുകളിൽ വെള്ളം നിറച്ച് വെച്ചിരുന്നതാ. ആ പൊട്ടൻ തൂക്കാനെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കയറിയപ്പോ അയാളുടെ തലയിൽ വീണു. കഷ്ടമായി പോയല്ലോടെ. അടിച്ചതിന്റെയൊക്കെ തൊലി പൊളിക്കണം. അതാ വേണ്ട. തൊലി ഞാൻ പൊളിച്ചരാം. എന്നിട്ട് എല്ലാത്തിനെയും ഇന്ന് ജീവനോടെ കെട്ടിത്തൂക്കി ഞാൻ നിന്നോട് കൂടാ പറഞ്ഞ. നിന്നോടല്ല. കേട്ടെ വേണ്ട. ഈ തണ്ടി പരീക്ഷകൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ആരും വരണ്ട. അടി ചെയ്യൂ ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യില്ലെന്നാണ്. ഇനി വെറുതെ വിട്ടാ ഇവരൊക്കെ നിന്നേക്കാ വലിയ താന്തോന്നികളാകും. മേലെ കാണിക്കോ ഇത്തരം പോക്കത്തരം? നിന്നോടാ ചോദിച്ചേ. തല്ലരുത്. കാര്യം പറഞ്ഞാ മനസ്സിലാവാത്ത പ്രായമൊന്നും അല്ലല്ലോ. നീ ഇതിൽ ഇടപെടണ്ട. ഇടപെടാനുള്ള അവകാശം കൊണ്ട് വന്നതല്ല. പലതും പരീക്ഷിച്ചില്ലേ ഇവരെ നന്നാക്കാൻ. എനിക്കൂടി ഒരു സന്ദർഭം തന്നൂടെ? തമ്പുരാൻ കർത്താവ് നേരിട്ടിറങ്ങി വന്നാൽ ഇവറ്റൊന്നും നന്നാകത്തില്ല. പിന്നല്ലേ നീ? സ്വന്തം അപ്പനും അമ്മയ്ക്കും താല്പര്യമില്ലാത്ത കാര്യത്തില് കർത്താവിന് എങ്ങനെയാ താല്പര്യം ഉണ്ടാവുക? ഒരു ചാൻസ് എനിക്ക് തരുന്നതില് ഡാഡിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഒന്നുകിൽ ഈ കുട്ടികൾ എന്നെ ഇവിടുന്ന് ഓടിക്കും, അല്ലെങ്കിൽ ഞാൻ അവരെ നന്നാക്കും. രണ്ടായാലും ഡാഡിക്ക് ലാഭമല്ലേ ഉള്ളൂ. ആദ്യം പറഞ്ഞേ നടക്കുള്ളൂ. ഞാനൊന്ന് ശ്രമിച്ചോട്ടെ. ആ ശ്രമിച്ചോ. ആരോ കൂടെ ചേർന്ന് ഇന്നലെ വാകാതിരുന്നാ മതി. ഇനി ഈ വടി നമുക്ക് വേണ്ട. ഇന്നു മുതൽ ഞാനാണ് നിങ്ങളുടെ ടീച്ചർ. കൊച്ചവൻ്റെതാണെന്ന് പറഞ്ഞാൽ മതി. കാശ് കൊടുത്താ അവൻ എന്ത് ചെയ്യും? മണികണ്ഠൻ അവന്റെ പേര്. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. അയാൾ എങ്ങനെ കണ്ടുപിടിക്കും? കോടതിയിൽ അന്വേഷിക്കാൻ നമ്മുടെ ഏജൻസിയിൽ വിളിച്ചു പറയാം. ഇത് ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. എനിക്കെല്ലാം മനസ്സിലായടാ. എല്ലാം പറഞ്ഞല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല. ഈ നാട്ടക്കേസ് എവിടെ ഒളിച്ചു വെച്ചു? പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. അച്ഛാ, ഒരു അബദ്ധം പറ്റിപ്പോയി. പറ്റിപ്പോയത് പോരാഞ്ഞിട്ട് നിങ്ങളിപ്പോ അത് മറ്റൊരുത്തന്റെ തലയെ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണല്ലേ? ഉണ്ണുണ്ണിച്ചാൻ എല്ലാം അറിഞ്ഞുവല്ലേ? എല്ലാം അറിയാം. പക്ഷെ എനിക്ക് എന്റെ തെളിവുകളില്ലായിരുന്നു. ഇന്നിപ്പോ എനിക്കത് കിട്ടി. ക്ലിയർ എവിഡൻസ്. ഞാൻ സംശയിച്ചതെല്ലാം ശരിയാണ്. അച്ഛൻ ഇത് പുറത്ത് പറയരുത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം പുറത്തറിഞ്ഞാലുള്ള നാണക്കേട് ഓർത്താടാ ഞാനും ഇത്രയും കാലം പറയരുത്. നമ്മളൊക്കെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് പറ്റിയതെന്താണ് ഞാൻ പറയാം. ഒരു പെണ്ണിന് ഗർഭം ഉണ്ടാകുന്ന എങ്ങനെയെന്ന് നീ പറയാതെ എനിക്കറിയാം. അച്ഛനോട് പറയണ്ടെന്ന് ഡാഡി പറഞ്ഞു. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞോണ്ടാണ് അച്ഛൻ അതിന്റെ കിടപ്പുവശം മനസ്സിലാകാഞ്ഞിട്ടാണ്. കാര്യം എങ്ങനെ മലന്ന് കിടന്നാലും തിരിഞ്ഞു കിടന്നാലും ഇപ്പൊ കൊച്ചൊന്നായില്ലേ? എടാ, ഗർഭം ഉണ്ടാക്കിയാ പോരാ, അത് ഏറ്റെടുക്കാനുള്ള ചങ്കുറ്റം കൂടെ വേണം. അല്ലാതെ വല്ലവന്റെ തലേ കെട്ടി എനിക്ക് ധൈര്യമില്ല. അച്ഛൻ എത്ര തന്നെയാണെങ്കിൽ അച്ഛനെ ഏറ്റെടുത്തോ. എനിക്ക് എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി. എനിക്ക് കൊച്ചുങ്ങളെ ഉണ്ടാവില്ലെന്ന് എല്ലാ ലേഡീസിനും അറിയാം. നാളെ ഇവളും ഞാനും കൂടി ഒരു കൊച്ചിനെ എടുത്ത് റോഡേ നടന്നാൽ ഇവിടെ ഒക്കത്തിരിക്കുന്ന കൊച്ചിന്റെ തന്ത ഞാനല്ലാതെ നാട്ടുകാർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ ആളെ കണ്ടുപിടിച്ചത്. എനിക്ക് രക്ഷപ്പെട്ടെ വേണ്ട. നീ മാത്രം അങ്ങനെ രക്ഷപ്പെടണം. നീ രക്ഷപ്പെട്ടാൽ നീ പഴിപ്പിച്ച പെണ്ണു വഴിയാതനോ. ഇറ്റ് ഈസ് ചീറ്റിംഗ് ആൻഡ് ക്ലീൻ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ഞാനിത് എന്തോന്ന് പറയണേ? ഞാനിത് പുറത്ത് പറയും. അച്ഛാ, പുതുശ്ശേരിക്കാരനെ തെണ്ടിത്തര എല്ലാവരും അറിയട്ടെ. അച്ഛാ, ഞാൻ പറയും. നാട് നീളെ പറയും. താൻ പറയോ? പറയും. എങ്കിൽ ഞാൻ തന്നെ കൊല്ലും. ഇത് പുറത്തറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തന്നെയും കൊല്ലും, ഞാനും ചാവും. കർത്താവാണ് സത്യം. ഇല്ലടാ, നീ എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കൊല്ലും. കലാപ്രാണി, താനും കിട്ടിയാടോ? അയ്യോ, എന്റെ കഞ്ഞിയിൽ പാറ്റ ഇടരുത് മക്കളെ.
താൻ മേടിച്ചില്ല അല്ലേ? ഇയാളുടെ തലയിൽ ഇനിയും കുടം കയറ്റിയാലേ ശരിയാവും. അയ്യോ, ഞാൻ മേടിച്ചു. പക്ഷെ ഞാനാണ് മേടിച്ചു തന്നെന്ന് നിങ്ങൾ ആരോടും പറയരുത് കേട്ടോ. ഞങ്ങൾക്ക് ഇത് തന്നൂന്ന് താൻ ആരോടും പറയരുത്. ഇല്ല. ദേ, ഇതാണ് സാധനം. ഇത് വച്ച് ഈ വീട് കത്തിക്കാനെങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു വാക്ക് എന്നോട് നേരത്തെ പറഞ്ഞേക്കണം. ഞാൻ പുറത്തിറങ്ങി നിന്നോളാം. ഇല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾ ഭക്ഷണയായി പോകും. അസത്തുക്കള് ആരെ കൊല്ലാൻ പോവുകയാണോ? എന്റെ കർത്താവേ, ലോകനാർക്കാവിലമ്മേ, രക്ഷിക്കണേ. ചുണ്ടരിക്കുട്ടിക്ക് പതിച്ചനോ? അച്ചുച്ചോ, നമുക്കേ വലുതായിട്ട് ഈ ചേട്ടന്മാരെയും ചേച്ചിമാരെയും കൂടി ഇരുന്ന് പഠിക്കാം.